ഞാൻ പോയി ജയറാമിനോട് പറയുന്നു, ജയറാം കോപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നു, സുരേഷിനെ വിളിച്ചു പറയുന്നു, സുരേഷ് ഗോപി ചെന്നൈയിൽ വരുന്നു, സബ്ജക്റ്റുകൾ ഇതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് സംഭവം. ഇങ്ങനെ ലാലേട്ടൻ സാറിന്റെ ഒരു ലക്കി സ്റ്റാർ ആയിട്ട് തോന്നുന്നു. എറണാകുളത്തൂടെ വെളുപ്പിനെ 5 മണിക്കൊക്കെ പാസ് ചെയ്യും. ഈ പാസ് ചെയ്യണ ടൈമിൽ എൻ്റെ വീടിന് മതിൽ ചാടിക്കടന്ന് അകത്ത് കയറി ബെല്ലടിച്ചിട്ട് ചായ വേണം. അപ്പോൾ വൈഫായിരിക്കും എണീറ്റ് വന്നത്, എനിക്കൊരു ചായ വേണം ചേച്ചി എന്നും പറഞ്ഞിട്ട് അവിടെ ഒന്ന് സ്റ്റെപ്സിലിരിക്കും. ഈ പറഞ്ഞ പുതുമുഖങ്ങൾ കണ്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ ഒന്നോ രണ്ടോ വിരളമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകാം. പക്ഷേ എല്ലാ പുതുമുഖങ്ങളെയും കണ്ടുകൊണ്ട് അല്ല ഈ ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ ഇനീഷ്യൽ വരാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ ദ ഹിറ്റ് മേക്കർ സിയാദ് കോക്കർ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമകൾ ചെയ്ത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. 40 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ തോന്നുന്നത് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ തുടക്കകാലം എന്ന് പറഞ്ഞാൽ 85-ലാണ് ഞാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് തിയേറ്റർ ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിലും പ്രൊഡക്ഷനിലേക്ക് ഞാൻ 85-ലാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സിനിമയുടെ സുഗമമായ സഞ്ചാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണത്. കുറേ സിനിമകളും പത്മരാജൻ സാറും ഭരതേട്ടനും അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സിനിമകൾ കണ്ടു വളർന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതിനോട് പിന്തുണത്ത് ഞാൻ വന്നപ്പോഴത്തേക്കും വളരെ നല്ല റെസ്പോൺസുള്ള ഓഡിയൻസാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. ഏത് സിനിമയും ഒരു തിയേറ്ററുകാരൻ ആ സമയത്തായിരുന്നു കൊണ്ടിട്ട് എനിക്ക് വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന ദിവസങ്ങളിൽ തിയേറ്ററിലെ തിരക്കുകൾ, അത് ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും തിരക്കുകളുണ്ടായിരുന്നു. അത്രയും റെസ്പോൺസായിരുന്നു പ്രേക്ഷകരുടെ. അപ്പോൾ അതൊരു നല്ല കാലഘട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം സെലക്റ്റീവ് ആകാൻ തുടങ്ങി ഓഡിയൻസ്, അതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നല്ലതും ചീത്തയും കണ്ടുകൊണ്ടിട്ട് ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് 27 വർഷങ്ങൾക്ക് ശേഷം സമ്മർ ഇൻ ബെത്ലഹേം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ, ഞാനൊക്കെ അന്ന് കൊച്ചു കുഞ്ഞായിരുന്നു, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല, നമ്മൾ ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സിബി സാറ് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് കുറച്ചുകൂടെ സസ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ കാഡ് സീക്രട്ട് ഇപ്പോൾ റിവീൽ ആവുമോ? ഇല്ല, ഞാനത് ഞങ്ങൾ അന്ന് സംസാരിച്ചത് ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമുക്കിങ്ങനെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അതും ഇതേമാതിരി തന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റിലീസ് ചെയ്ത് കിട്ടിയ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷമാണ് ഈ സിനിമയിൽ. എന്നാൽ സെലക്റ്റീവായിട്ടുള്ള സിനിമകൾ റിലീസ് ചെയ്താൽ ഇന്നും പ്രേക്ഷകരുണ്ട് കാണാൻ എന്നുള്ള തിരിച്ചറിവാണ് ദേവദൂതനിൽ ഉണ്ടായത്. അത് ഇന്നത്തെ ട്രെൻഡിൽ നമ്മൾ റിലീസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വരികയും അത് ദൈവാനുഗ്രഹിച്ച് നടക്കാൻ പോകുന്നു. അതിൽ 4K അറ്റ്മോസിൽ സൗണ്ട് സിസ്റ്റം തന്നെ എല്ലാം മാറ്റി, അതിൻ്റെ ക്ലാരിറ്റി ഓഫ് പിക്ചർ തന്നെ മാറ്റി, അങ്ങനെയുള്ള കുറേ വ്യത്യസ്ത സംഭവങ്ങൾ കൂടി ആണ് അത് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അതിനൊരു എൻഡ് ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ്. ഒരു പൂച്ചയുടെ രഹസ്യം അതിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് വലിയൊരു വേറൊരു എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്താലേ അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കാരണം ആ സീക്രട്ട് അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്കത് റിവീൽ ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഡിലീറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സീൻസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു സീനും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിനിമ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, സോങ്സ്, ഹ്യൂമർ, അങ്ങനെ വളരെയധികം എന്നും പ്രേക്ഷകർ സ്വീകരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 മണിക്കൂർ 40 മിനിറ്റും കണ്ടുവരുന്ന അന്നത്തെ റണ്ണിങ് ടൈം. പക്ഷേ കുറച്ച് ഷാർപ്പ് ട്രിം ചെയ്തിട്ട്, സീൻസ് ഒന്നും മാറ്റിയിട്ടില്ല, ഷാർപ്പ് ട്രിം ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂർ 35 മിനിറ്റ് ആക്കി കുറച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഞാൻ അത് ചോദിക്കാൻ വരിക. ഇപ്പം രാവണപ്രഭു റിലീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴും ഇതേപോലെ കുറേ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം വരുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളിത് നമ്മൾ ഓൾറെഡി കണ്ട സിനിമകളാണല്ലോ, അപ്പോൾ നമ്മൾ ഈ സീൻസ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് മിസ്സായല്ലോ നിങ്ങളൊരു തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാ ആക്ച്വലി അങ്ങനെ കട്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ ഇത് ചെയ്തേക്കുന്ന സീൻസ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സീൻസ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല.
അത് ഞാനും സിബിയും എല്ലാവരും കൂടി ഇരുന്ന് കണ്ടതിന് ശേഷമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ സീൻസ് ഒന്നുമായിട്ട് മാറ്റാനില്ല. അപ്പം നിരാശപ്പെടേണ്ട വല്ല ടി വിയിൽ കണ്ടവർക്കാണെങ്കിലും. പക്ഷേ ഇതിൻ്റെ ഒരു ഷാർപ്പ് ട്രിമ്മിങ് എന്ന് പറയുന്നത് ടൈം ലെങ്ത്, ഇന്ന് ജനത്തിനെ ഉദ്ദേശിച്ചിട്ട് എത്രയും വേഗം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് പ്രേക്ഷകർക്കുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് 10 മിനിറ്റോളം അതിൻ്റെ ചില ഫ്രെയിംസ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സീൻസായിട്ടല്ല അത് ചെയ്തേക്കുന്നത്. ഓക്കെ. ഈ പ്രമോഷന്റെ സമയത്ത് നമുക്കിനി എനിക്ക് തോന്നുന്നു മിസ് ചെയ്യാൻ പോകുന്നത് മണിച്ചേട്ടനെ ആയിരിക്കും അല്ലേ? കാരണം ബാക്കി എല്ലാവരും പിന്നെ അതുപോലെ സുകുമാരി അമ്മ അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ ഒരു ഫാമിലി സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെയും സിബിയുടെയും അതേമാതിരി തന്നെ പലരുടെയും ഫാമിലി അന്ന് അവിടെ ഊട്ടിയിൽ ഒരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമായിട്ട് ജീവിച്ച അങ്ങനെ. പക്ഷേ അതിന് ഒരു നേതാവ് ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി. പിന്നെ ജനുവേട്ടൻ ഇന്നുണ്ട്, ജനാർദ്ദനൻ. അദ്ദേഹത്തിൻ്റെ കാലിന് ചില ഫിസിയോതെറാപ്പി പ്രോബ്ലം ഉള്ളതുകൊണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടിട്ട് 90% പുള്ളി അവിടെ എത്തും. പിന്നെ കലാഭവൻ ഒരു ഹോൾ ടൈം എൻ്റർടൈനറായിരുന്നു. എന്നിട്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ അല്ല അപ്പുറമായിട്ട് ഏത് ഫ്രീ അവസരങ്ങളിലും ഒരു മിമിക്രിയോ ഒരു പാട്ടോ എന്തെങ്കിലുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വികൃതികൾ കാണിച്ച് മറ്റുള്ളവരെ കളിയാക്കുന്ന ഹാസ്യം എന്ന് പറയുന്ന സംഭവത്തിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, ഒരു അത്ഭുത മനുഷ്യനെയാണ് ഞങ്ങൾ ഇന്ന് മിസ് ചെയ്യുന്നത്. ഭയങ്കര സുഹൃത്ത് ബന്ധങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിനെ വെച്ച് പിന്നെയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 1000-ലൊരുവൻ, അങ്ങനെ കുറേ പടങ്ങൾ, ആണ്ടവൻ, 1000-ലൊരുവൻ എന്നൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ. മിസ്സിങ് തീർച്ചയായിട്ടും മിസ്സിങ് തന്നെയാണ്. ഈ റീ റിലീസ് ടൈമിൽ സാർ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ടോ? ദേവദൂതൻ പോയിണ്ടായിരുന്നോ? റിലീസിന്റെ ടൈമിൽ തിയേറ്ററിൽ പോയായിരുന്നോ? റിലീസ് ടൈമിൽ തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സമയത്തും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ? ആദ്യ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ 2 തവണയും പോയപ്പോഴത്തേക്ക് ഓഡിയൻസിൻ്റെ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് അത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ആ 2 ഓഡിയൻസിനെ കണ്ടിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണ്? 2000-ലാണ് ആ സിനിമ റിലീസ് ചെയ്തത്, 2000 പീരീഡിൽ. അപ്പോൾ അന്ന് ഉള്ള ഓഡിയൻസിൻ്റെ ഒരു തിരിച്ചറിവിൽ അധികമാണ് ഇന്നത്തെ ഓഡിയൻസിൽ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ബിക്കോസ് അത് കുറേ ഞങ്ങൾ ട്രിം ചെയ്തു. അതിൻ്റെ ബേസിക് തീം തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ സൗണ്ട് സിസ്റ്റം ഈ പറഞ്ഞ മാതിരി 4K റെസൊല്യൂഷനിൽ. അപ്പോൾ അതിൻ്റെ ഒരു സോങ്സ് എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറയുന്ന സോങ്ങൊക്കെ അന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിലെല്ലാത്തിനും പുറമെ അതിൻ്റെ ഓപ്പണിംഗ് സീക്വൻസ് തന്നെ എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന ഒരു സിംഫണി വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. മോഹൻലാലിൻ്റെ ഇതിൽ പടം അവസാനിക്കുമ്പോഴത്തേക്കും എന്തൊരു മഹാനുഭാവലു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാപ്സ് കിട്ടിയേക്കുന്ന ഒരു സിനിമ അതായിരിക്കും. ബിക്കോസ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഫുൾ ഓഡിറ്റോറിയത്തിലെ ആൾക്കാർ എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്ത് അതിന് പ്രായവ്യത്യാസങ്ങളില്ലായിരുന്നു. അപ്പോൾ ആ പ്രായവ്യത്യാസം ഇല്ലാതെ ആൾക്കാർ എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യുന്നത് ഞങ്ങളാരെയും കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൽ എൻട്രി. അതിനു മുമ്പ് തന്നെ ഈ റിയാക്ഷൻ പല തിയേറ്റർ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഭയങ്കര അതിശയകരമാണ്. അത് നോട്ട് ഇൻ കേരള, നോട്ട് ഓൺലി ഇൻ കേരള, ബാംഗ്ലൂർ, ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ മലയാളികളുടെ ഓഡിയൻസ് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന ഒരു സിനിമ അതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിയാക്ഷൻ തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മർ ഇൻ ബത്ലഹേമിന്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു മറവത്തൂർ കനവിന്റെ സക്സസ് സെലിബ്രേഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സമ്മർ ഇൻ ബത്ലഹേം എൻ്റെ ഉത്ഭവം തന്നെ, അതായത് ഇത് സിനിമയായിട്ട് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സമയം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മാനേജറായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇന്ന് എം രഞ്ജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം, ഇന്ന് അദ്ദേഹം വലിയ പ്രൊഡ്യൂസറാണ്. പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രഞ്ജിത്തായിരുന്നു എൻ്റെ കളിയൂഞ്ഞാൽ തൊട്ടുള്ള കുറേ പടങ്ങൾ. അങ്ങനെ മറവത്തൂർ കനവ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് വരുന്നു, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെന്നൈയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീടുണ്ട് അവിടെ, ആ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്, രഞ്ജിത്ത് അടക്കം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്, അതായത് റീ റെക്കോർഡിങ് കഴിഞ്ഞു,
മിക്സിങ് നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് രഞ്ജിത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് വരുമ്പോൾ രഞ്ജിത്ത് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സഹോദരന് തുല്യമായിട്ട് എൻ്റെ കൂടെ നിൽക്കണേ, അല്ല ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ പ്രൊഡക്ഷൻ മാനേജറോ അങ്ങനെ ഏത് ഭാഷയിൽ പറഞ്ഞാലും അങ്ങനെയല്ല. എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനാണ്. ബിക്കോസ് അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്ന കാലത്ത് ആദ്യകാലങ്ങളിൽ പ്രൊഡ്യൂസറായിരുന്നു പുള്ളി. അപ്പോൾ അന്ന് എൻ്റെ തിയേറ്ററിൽ മൈമൂൺ ലുലു തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കളിച്ചു. അത് സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഞാനത് മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് കളിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ളൊരു മാനസിക ബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഫോക്കസ് ഫിലിംസിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം ഈ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകും ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ. എന്നോട് പറയും, അതായത് ഞാനൊന്ന് പോകുന്നു, അപ്പോൾ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ഒരു ലൊക്കേഷൻ കാണാൻ പോകുന്നത് തമിഴ് പടം. നമ്മുടെ മനസ്സിൽ സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് വളരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പുള്ളി വരും. അപ്പോൾ ഒരു നിരാശയുടെ ഭാഗമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൊക്കേഷൻ ശരിയായില്ല, അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് തമിഴാണ്. അപ്പോൾ കുറച്ച് 2 ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇതെന്താ രഞ്ജിത്തെ കുറിച്ച്. അപ്പോൾ എപ്പോഴും പുള്ളിയുടെ ഒരു 1 ലൈൻ്റെ പേപ്പർ ഉണ്ടാവും, റോൾ ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ടാവും. എന്താ രഞ്ജിത്ത് ഇത്? അപ്പോൾ ഇതിന് 1 ലൈനാണ്, ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്യാൻ പോണ സിബി സാറിൻ്റെ പടമാണ്, ജോൺ പോളാണ് സ്ക്രിപ്റ്റ്, രഞ്ജിത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, ഫ്രീ ടൈമാണല്ലോ. അപ്പോൾ പറഞ്ഞു എന്താ സബ്ജക്റ്റ് എന്താ രഞ്ജിത്ത്? അപ്പോൾ രഞ്ജിത്ത് നന്നായിട്ട് കഥ പറയും. ഒരു പ്രൊഡ്യൂസറിന് വേണ്ടിയുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ അന്നും ഇന്നും കാണുന്നൊരു കാര്യമാണ്, ഞാനെടുക്കാൻ പോകുന്ന സിനിമ ആ സബ്ജക്റ്റ് നെറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു പ്രൊഡ്യൂസറിന് വേണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതിൽ അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നെറേറ്റ് ചെയ്തൊരു സബ്ജക്റ്റ് തമിഴാണ്. അപ്പം ഇതിൻ്റെ കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സിബി ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ സിബി മലയിലിനോട് പറയും ഈ പടം ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ തമിഴിൻ്റെ വേർഷൻ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഞാനത് മലയാളത്തിലെടുക്കാൻ തയ്യാറാണ് എന്നൊന്ന് സിബിനോട് പറഞ്ഞേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ വർക്ക് സെൻസറിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ എറണാകുളത്തേക്ക് വരുന്നു. അപ്പോഴാണ് രഞ്ജിത്തിൻ്റെ ഫോൺ വരുന്നത്, സിയായിക്ക് അതിങ്ങനെ തമിഴ് ഡ്രോപ്പായി. അപ്പോൾ സിയായിക്ക് പറഞ്ഞ ആശയം ഞാൻ സിബി സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കങ്ങനെ ആലോചിക്കാം. അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെയും ചെന്നൈയിലേക്ക് ചെല്ലുകയും അങ്ങനെയാണ് സമ്മറിൻ ബത്ലേം ഉണ്ടാകുന്നത്. അപ്പോൾ സമ്മറിൻ ബത്ലേം അല്ല അന്നത്തെ ഇത് വടിക്കോളിൻ്റെ ടൈറ്റിൽ, ഒരു ടൈറ്റിലില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രധാന ഒരു ഘടകമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ ഇദ്ദേഹം രഞ്ജിത്ത് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് രഞ്ജിത്തും നമ്മുടെ സിബി സാറും രഞ്ജിത്തും എല്ലാം ആയിട്ടുള്ള ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ വന്ന് ഞങ്ങൾ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പടം റിലീസ് ചെയ്യണം, മറുവത്തൂർ കനവ്. അതും നല്ല എക്സ്പെക്റ്റേഷനുള്ള ഒരു പടമാണ്, ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടത്തിയപ്പോൾ ഞാൻ സിബിനോട് പറഞ്ഞു, സിബി എനിക്കൊരു 10 ദിവസം സമയം വേണം, ഇതിൻ്റെ റിലീസ് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പോൾ സിബി പറഞ്ഞു അതിൻ്റെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പാട്ട് വെച്ച് തുടങ്ങാം, പാട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, പാട്ട് വെച്ച് തുടങ്ങാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരൂ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ രഞ്ജിത്ത് അവിടെയുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സിനിമയാണ് സമ്മറിൻ ബത്ലേം. അപ്പോൾ അത് പടം റിലീസായി ഭയങ്കര ഹിറ്റായി. ആ ഹിറ്റിലല്ല എൻ്റെ കാര്യം കിടക്കുന്നത്, ഞാൻ അവിടെ നടക്കുന്ന സിനിമയെ പറ്റിയുള്ള ചിന്തകളാണ് എനിക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നിമിഷ നേരം കൊണ്ടുണ്ടായതാണ്. ഞാൻ പോയി ജയറാമിനോട് പറയുന്നു, ജയറാം കോപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നു, സുരേഷിനെ വിളിച്ചു പറയുന്നു, സുരേഷ് ഗോപി ചെന്നൈയിൽ വരുന്നു, സബ്ജക്റ്റുകൾക്ക്, ഇതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് സമ്മറിൻ ബത്ലേം. അപ്പോൾ അങ്ങനെ വിജയം ആയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ പടം സക്സസ് ആണെന്നുള്ള അവിടെ ന്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പ്രിപ്പയർഡാണ് അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ നടത്താനായിട്ട്. സുകുമാരി ചേച്ചിയുടെ ഫ്രണ്ടിൽ, അതൊക്കെയാണ് മറക്കാൻ പറ്റാത്ത ഓർമ്മ. സുകുമാരി ചേച്ചി, ജനാർദ്ദൻ ചേട്ടൻ, അങ്ങനെ ഈ കുട്ടികൾ കംപ്ലീറ്റ്, മഞ്ജു, അങ്ങനെ രസിക, അങ്ങനെയുള്ള എല്ലാവരും ഞാനറിയാതെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ചെല്ലേണ്ട താമസം വൈകുന്നേരം പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. എന്തിനധികം ഞാൻ വരെ ഡാൻസ് ചെയ്തു. അതിൻ്റെ
കോംപ്ലിമെൻറ്റ്സ് എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം സുകുമാരി ചേച്ചി പറഞ്ഞു, നിങ്ങൾ പ്രൊഡ്യൂസർ മാത്രമല്ല ഡാൻസറും കൂടെയാണ് കേട്ടോ. അന്നത്തെ വർഷം പ്രായം ആലോചിക്കണം. അപ്പോൾ നാച്ചുറലി അത് അങ്ങനെയാണ് ആ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായത്. ഇതിങ്ങനെ അല്ലാതെ വേറെ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും എക്സ്പാൻഡ് ചെയ്തല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ജീവിതാനും. ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവിയാണല്ലോ, പെട്ടെന്ന് സംഭവിച്ചതാണ് അത്. ഇതെല്ലാം ഒരു കോൺഫിഡൻസ് ആയിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ എൻട്രി, നമുക്ക് ലാലേട്ടൻ്റെ ആ ഒരു പൊസിഷനിൽ ആരാന്ന് പോലും അറിയില്ല. അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് അത് നിങ്ങളായിട്ട് ഡിസൈഡ് ചെയ്ത് വന്നതാണോ, അതിൽ അല്ലെങ്കിൽ ഒരു പുതിയ മുഖത്തിനെ കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. നേരത്തെ അല്ല, പകുതി പടമായപ്പോൾ തന്നെ രഞ്ജി ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന്. പക്ഷേ ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഭംഗി കൊണ്ടിട്ടും ഡിസിപ്ലിൻ കൊണ്ടിട്ടും എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ്സ് കൊണ്ടിട്ടും അങ്ങനെ ഒരു പോർഷൻ നമ്മളെല്ലാവരും മറന്നുപോയി. ഇതാണ് ഇതിൻ്റെ സിനിമയുടെ അവസാനം എന്നുള്ള പോർഷൻ ഞങ്ങൾ മറന്നുപോയി, മനസ്സിലേ ഇല്ല. സന്തോഷമായിട്ട് സിനിമ അവസാനിപ്പിക്കുക, അതിൽ പാട്ടും കാറ്റും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോർത്തിണക്കി വന്നേക്കണം കൊണ്ടിട്ട് അതിലാണ് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. പക്ഷേ സിനിമ തീർന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ സിനിമ പാക്കപ്പ് ആവുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? അത് എനിക്ക് തോന്നുന്നു എന്തോ 35 to 40 days ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചിക്കുന്നത്. അതായത് ഞാനൊക്കെ പാക്കപ്പ് ചെയ്ത് ഞങ്ങളൊക്കെ ഇവിടെ വന്നു, എറണാകുളത്ത് വന്നു. അങ്ങനെ രഞ്ജിയും നമ്മുടെ സിബിയും ഞാനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ ഇത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപിയുടെ സജഷൻസ്, ജയറാമിൻ്റെ സജഷൻസ്, അങ്ങനെ പലരുടെയും, മണിയാണെങ്കിലും മണിയുടെ സജഷൻസ്, ഇങ്ങനെ പലരും പല ക്യാരക്ടേഴ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് തോന്നുന്നു ബാർ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ എറണാകുളത്തെ ഹോട്ടലിലാണ് ഞാൻ ആ റൂം സിബി അവിടെ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആരോ പറഞ്ഞു, സിബി അറിഞ്ഞു, അതായത് ലാല് കോയമ്പത്തൂരിലൊരു ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാ കൊല്ലത്തിനും പോകും. അപ്പോൾ ആ സമയത്ത് ആരോ കണ്ടിട്ട് സിബിയുടെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിനൊന്ന് കാണണേ. ഇപ്പം ഇതൊന്നും വെച്ചിട്ടല്ല പറയണത്, അയാളുടെ സ്കിന്നൊക്കെ വളരെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു, ഭയങ്കര ഗ്ലോ ആണ്. മുടിയൊന്നും വെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് വേറൊരു സ്റ്റൈലിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് അന്നാ നമുക്ക് ലാലിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു തോട്ടുണ്ടാവുന്നത്. ബിക്കോസ് ലാലും ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പിക്ചർ തൊട്ട് ലാലും ഉണ്ട് എൻ്റെ കൂടെ. അതിനുശേഷം കുറേ സിനിമകൾ ലാലും ഞാനുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പുള്ളിനോട് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പുള്ളിയുടെ സ്വന്തം കമ്പനിയാണ് കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാം. അതാണ് പറഞ്ഞത്, സമ്മറിൻ മത്തലയം എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. ആ മാജിക്കാണ് സിനിമ. ആ മാജിക് ഇന്നും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ റോൾ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. അതിലേക്ക് വരുന്നത് മൊത്തം സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി അങ്ങ് സംഭവിച്ചു പോയി എന്നുള്ളത്. ശരിക്കും തന്നെ ലാലേട്ടൻ സാറിൻ്റെ ഒരു ലക്കി സ്റ്റാർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പട്ടണപ്രവേശം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അവിടെ തുടങ്ങി ഇതാണ് ഇപ്പോൾ സമരൻ ബദ്ലഹേം എല്ലാം എടുക്കുകയാണെങ്കിലും ലാലേട്ടൻ്റെ ഒരു റോൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഒരു ലക്കി സ്റ്റാർ ആയിട്ട് ഫീൽ ചെയ്തിട്ട്. ലക്കി എന്നല്ല, അതെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യം സുചിത്രയായിട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് എന്തോ ഫ്ലൈറ്റ് ഡിലേ ആണ്, അന്ന് ഐലൻഡിലാണല്ലോ ഇത് വടിക്കോളിൻ്റെ എയർപോർട്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിരുന്നാണ് സമയം കളഞ്ഞത്. അപ്പോൾ അത്രയും മാനസികമായിട്ടും ഞങ്ങളുടെ ഫാമിലിയായിട്ടും എല്ലാം ബന്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. ഫ്രീ ടൈമിൽ, അതായത് ഇവിടെ അതിനു മുമ്പ് കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ പുള്ളി ഈ എറണാകുളത്തൂടെ വെളുപ്പിനെ 5 മണിക്കൊക്കെ പാസ് ചെയ്യുന്നത്. ഈ പാസ് ചെയ്യണ ടൈമിൽ എൻ്റെ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറി ബെല്ലടിച്ചിട്ട് ചായ വേണം. അപ്പോൾ വൈഫായിരിക്കും എണീറ്റ് വന്നത്. വെളുപ്പിനെ 3 മണിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കൊരു ചായ വേണം ചേച്ചി എന്നും പറഞ്ഞിട്ട് അവിടെ ഒന്ന് സ്റ്റെപ്സിലിരിക്കും. അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു, അതിനകത്ത് അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ നല്ലൊരു സുഹൃത്തും ഒരു കുടുംബ എന്താ പറയുക ഒരു അംഗം അത് അത്രയും ഫ്രീഡം എൻ്റെ അടുത്തുണ്ടായിരുന്നു. സിനിമകളിലുള്ള എൻ്റെ കാഴ്ചപ്പാടിനോടുള്ള ഇഷ്ടമായിരിക്കാം. നിങ്ങളുടെ ആ ഒരു കോമ്പോയിൽ ഇനിയൊരു സിനിമ ഞങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റും? അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ചിട്ട് ലാലിനെ കൊണ്ടൊരു പടം ഇക്കാലത്ത് ചെയ്യണമെന്നെങ്കിൽ ലാലിന് വേണ്ടിയുള്ളൊരു സബ്ജക്റ്റായിട്ട് വരണം. അങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ വളരെയധികം വലിയ ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടണം.
എന്നുവെച്ചാൽ ഞാൻ ചെന്ന് ലാലിനോട് പറയണേ, ഈ സമയത്ത് ഞാൻ പറയണേ, ലാൽ നമുക്കൊരു പടം ചെയ്യണമെന്ന് പണ്ട് ഞാൻ പറഞ്ഞിരുന്ന അങ്ങനെയാണ്. അത് സത്യനാണെങ്കിലും സിബി ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ ചെന്നിട്ട് പറയും. അതിന് ഡേറ്റ് പ്രശ്നമല്ല. ലാല് പറയും ഇന്ന സമയത്ത് ഞാൻ ഫ്രീ ആണ്, വന്ന് ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. ആ രീതിയിൽ തന്നെ ഇന്ന് നല്ലൊരു സബ്ജക്റ്റ് അദ്ദേഹത്തിന് ഒതുങ്ങിയ വിധത്തിൽ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ സത്യൻ സാറും ലാലേട്ടൻ കോമ്പോയില് ഹൃദയപൂർവ്വം ഇപ്പൊ ഇറങ്ങി. ഇനിയിപ്പോ കോക്കേഴ്സും കൂടെ കൈകോർത്ത് അങ്ങനത്തെ ഒരു സിനിമ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താ വെച്ചാൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇക്കാര്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സിബി സാർ ഇപ്പോൾ 98-ലാണല്ലോ സമരൻ ബെത്ലഹേം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുൻപ് തന്നെ കണ്ടിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഏകദേശം ഒരു 10 ഇയേഴ്സോളം ഗ്യാപ്പ് എടുത്തിട്ടാണ് സമരൻ ബെത്ലഹേം സംഭവിക്കുന്നത്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ച് സമയം എടുക്കും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, അതാണ് എൻ്റെ ആൻസർ. എന്നുവെച്ചാൽ സിബിയെ ഞാൻ മീറ്റ് ചെയ്തിട്ട് സത്യനായിട്ടുള്ള ഒരു റോക്ക് പിക്ചേഴ്സ് നടക്കുന്നു. സിബിയും വളരെ ബിസിയാണ്. ആ സമയത്താണ് സിബിനെ ഞാൻ മീറ്റ് ചെയ്യുന്നതും. അതും സന്ദർഭവശാൽ ഈ ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, സിബി ഞാൻ സിയാദാണ്, സിയാദ് കോക്കറാണ്, എനിക്കൊരു പടം ചെയ്യാം. ബിക്കോസ് ഞാൻ ചെയ്ത പടങ്ങളുടെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ വാല്യൂവും കണ്ടിട്ട് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിബി എൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യാം, നമുക്ക് ഒരു മടിയില്ലാതെ പുള്ളിയെ പെട്ടെന്ന് അവിടെ നിന്നൊരു സൗഹൃദം ഉണ്ടാകുകയാണ്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞു അങ്ങനെ ഒരു സിനിമ ഉണ്ടാകും. അതുപോലെ സമരൻ ബെത്ലഹേമിൽ ആദ്യം ഷൂട്ട് ചെയ്തത് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്നുള്ള ആ സോങ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ മോളുടെ ഒരു പ്രൊഡക്ഷനിൽ സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ പേരും മാരിവില്ലിൻ ഗോപുരങ്ങൾ. സന്ദർഭവശാൽ സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സോങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോങ് വെച്ച് ഷൂട്ട് ചെയ്യാം. ആദ്യം 4-5 സോങ്സ് ഉണ്ട് ഇതിൽ പടത്തിൽ. അപ്പോൾ സീൻസ് ആയി വരുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതെല്ലാം പെട്ടെന്നായതുകൊണ്ട് രഞ്ജിത്ത് എഴുതി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുള്ളിക്ക് ഒരു ബാക്ക് പെയിൻ വന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പം സോങ് ഫിനിഷ്ഡ് കയ്യിലുണ്ട്. ഒരു സോങ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ മകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഉള്ള ഒരു സംഭവമായിട്ടാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വാല്യൂ, അങ്ങനെ ഒരു ടൈറ്റിൽ വേണം എന്ന് പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും ബിസിനസ്സല്ലേ, അപ്പോൾ അവരും ചിന്തിച്ച് കാണും. അതായത് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സോങ് വളരെ സൂപ്പർ ഹിറ്റാണ് ഇന്നും. അതെ, അപ്പം അങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണ്. അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഓക്കെ. ഇപ്പൊ ഈ സമരൻ ബെത്ലഹേം ഈ റീ റിലീസ് ചെയ്യുന്ന സമയത്തെ അതായത് ആളുകൾ വരും എന്ന് നമുക്കറിയാം, പക്ഷെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ സാർ എന്തൊക്കെയാണ് ചിന്തിച്ചത്? ഞാൻ ബിസിനസ് പരമായിട്ട് ഇന്ന് ദേവദൂതൻ എന്തൊക്കെ ഞാൻ ചെയ്തു അത് എല്ലാം ഇന്ന് ചെയ്യുന്നുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും ഇന്ന് നമ്മൾ ഒരു കാലത്ത് ചെയ്തിരുന്ന സിനിമകളിലൊന്നും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇന്നത്തെ രീതിയിലല്ല. ഇന്ന് സോഷ്യൽ മീഡിയയും മറ്റുള്ള കാര്യങ്ങളും പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും എനിക്ക് വലിയ ഇനീഷ്യൽ ബമ്പർ വരുമെന്നുള്ള പ്രതീക്ഷയല്ല എനിക്കുള്ളത്. നല്ല രീതിയിൽ സിനിമ കാണിക്കുക, ഇതെന്താണ് ഞങ്ങളന്ന് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഈ എല്ലാ വർക്കും കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം തോന്നി. നമ്മളെ കൊണ്ട് ഇങ്ങനൊരു സിനിമ എടുക്കാൻ പറ്റിയല്ലോ. അതിൻ്റെ ഊട്ടിയിലായതുകൊണ്ടിട്ട് സഞ്ജീവ് ശങ്കറിൻ്റെ ക്യാമറ, വിദ്യാസാഗറിൻ്റെ മ്യൂസിക്, ഇതെല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ നിങ്ങൾക്ക് എല്ലാവർക്കും SP സതീഷ്. ഈ കോസ്റ്റ്യൂംസൊക്കെ ഇന്നും ഞാനിപ്പോൾ മഞ്ജുവിനോടും പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. നിങ്ങൾ ഇന്നും ആ കോസ്റ്റ്യൂംസ് ഇട്ട് കടന്നു കഴിഞ്ഞാൽ അതേമാതിരി തന്നെയാണ് കാര്യം. എന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആണ് അതിൻ്റെ കോസ്റ്റ്യൂംസ്, ദേവദൂതൻ്റെ മാതിരി തന്നെ. അപ്പോൾ അതൊക്കെ ഒരു അതിശയമാണ്. അപ്പോൾ അത് കാരണം ലെറ്റസ് എക്സ്പെക്റ്റ്. ഞാനിതിൽ നിന്നൊരു വലിയ സിനിമ മുതലാളിയാവും എന്നുള്ള പ്രതീക്ഷയിലല്ല ഈ 2 പടങ്ങളും ഞാൻ ചെയ്യണം. സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു വർക്ക് രണ്ടാമത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഓക്കെ. ഇപ്പൊ ഈ ദേവദൂതന്റെ കാര്യം പറയുകയാണെങ്കിൽ മാധവനെ വെച്ചിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ലാലേട്ടൻ ഇങ്ങോട്ട് കഥ കേട്ടപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചിട്ട് യങ്സ്റ്റേഴ്സിനെ വെച്ച് അന്നും കുറച്ച് റിബൽ തോട്ടുള്ള മനുഷ്യനായിരുന്നു ഞാൻ. പുതിയ ആൾക്കാരെ ഫസ്റ്റ് ഞാൻ പടം ചെയ്യുന്നത് എൻ്റെ പുതിയ ഡയറക്ടർ, അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. പോൾ ബാബു. PC ശ്രീരാമായിരുന്നു എൻ്റെ ക്യാമറമാൻ. അന്നത്തെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പടം ഇൻഡിപെൻഡൻറ്റ് പിക്ചർ. ജെറി ML ദേവ് മ്യൂസിക് ഡയറക്ടർ, അന്ന് പുള്ളി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ വന്നതുകൊണ്ടിട്ടായിരിക്കാം
അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ഒരു തീം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമുക്ക് പുതിയ ആർട്ടിസ്റ്റിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് മാധവനെ പറ്റി ഉള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നത്. പക്ഷേ മാധവൻ ബിസിയായി. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിദ്യാസാഗറിന് അതിനു മുമ്പ് മീറ്റ് ചെയ്തു. ഈ മാധവൻ്റെ തോട്ട് വന്ന് അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വിദ്യാജീനെ എറണാകുളത്ത് കൊണ്ടുവന്ന് നമ്മളതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും ഈ അതിലുള്ള വടിക്കോളുണ്ട് മ്യൂസിക്കിനുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ വന്നു. പിന്നെ നടക്കാതെ നീണ്ടു പോയി. പിന്നെ അത് സ്കൂൾ സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ളൊരു സംഭവമാക്കാം എന്നൊക്കെയുള്ള തോട്ട്സിലേക്ക് പോയിക്കുന്ന സമയത്താണ് ലാൽ എറണാകുളത്ത് ഒരു ബന്ധാണെന്ന് തോന്നുന്നു. അന്ന് ഇവിടെ വളരെ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ബന്ധും ഹർത്താലൊക്കെ. അങ്ങനെ പുള്ളി ഒരു ഹോട്ടലിൽ ഒറ്റപ്പെട്ട് എൻ്റെ ഫ്ലൈറ്റ് ടൈമിങ് മാറി അതേമാതിരി തന്നെ. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു, ഫ്രീ ആണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓടിച്ചെന്നു. പുള്ളിയായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തു, തമാശയും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഇപ്പോൾ പുതിയ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ സ്ഥിതിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇതേമാതിരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ സബ്ജക്റ്റ്? അത് എപ്പോഴും ലാലും പറയും ഞാനും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ലാലിനോട് പറഞ്ഞു മറ്റേ ഇതാണ് നറേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ കൊള്ളാലോ, ഇത് സംഗതി എനിക്ക് പറ്റൂ. ഇത് പുള്ളി പടമില്ലാണ്ട് പടം ചോദിച്ചു മേടിച്ചതല്ല. എന്നോടുള്ള വിശ്വാസം, സിബിനോടുള്ള വിശ്വാസം, പിന്നെ ഞങ്ങളുടെ ആ കോമ്പ് ഇത്രയും നാളും പടം ചെയ്തതിൻ്റെ ഒരു സൗഹൃദം, ഇതെല്ലാം വെച്ചിട്ട് ചോദിച്ചല്ലേ പടം. അതങ്ങനെ ഒരിക്കലും വ്യാഖ്യാനിക്കരുത്. എന്ന് വെച്ചാൽ പടമില്ലാതെ പടം കയറി പിടിച്ചു എന്നുള്ള സംഭവമല്ല. അപ്പം ഞാൻ ചെയ്ത് നന്നാവുമോ എന്നുള്ള പുള്ളിയുടെ കുസൃതി അറിഞ്ഞ ചോദ്യത്തിൽ നിന്നാണ് ലാൽ അതിലേക്ക് വരുന്നത്. അല്ല, ഇതുപോലെ ചോദിക്കാൻ, അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തുള്ള സ്റ്റാർസ് അങ്ങനെ അങ്ങോട്ട് അവസരങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയല്ലേ? എന്നെ ഉദ്ദേശിച്ചിട്ട് അതിൽ ഞാൻ ആവശ്യമുണ്ടെങ്കിലല്ലേ പുറകിൽ പോകേണ്ട കാര്യമുള്ളൂ. പുറകിൽ പോയിട്ടല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെയും ഇപ്പോഴും ഈ പ്രായത്തിലും എനിക്ക് റിബൽ തോട്ട് തന്നെയാണ്. നിങ്ങളെന്തിനാണ് പുറകെ പോകണത്? നിങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുക എന്നുള്ളതല്ലേ നിങ്ങളുടെ. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പുതുമുഖങ്ങൾ കണ്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ ഒന്നോ രണ്ടോ വിരളമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകാം. പക്ഷേ എല്ലാ പുതുമുഖങ്ങളെയും കണ്ടുകൊണ്ട് അല്ല ഈ ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ ഇനീഷ്യൽ വരാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇല്ലേ? അപ്പോൾ പിന്നെ നാച്ചുറലി എന്തിനാ അതിൻ്റെ പുറകെ പോകണം? നിങ്ങൾ സബ്ജക്റ്റ് കണ്ടെത്തിയിട്ട് അതിന് പറ്റിയ ആർട്ടിസ്റ്റിനെ എടുത്തു പോവുക. അതാണ് എൻ്റെ നയം. അത് കാരണം എനിക്ക് ഈ പുറകിൽ പോകേണ്ട കാര്യം ഒന്നും ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ആളല്ല. ഇപ്പോൾ ഈ സമരൻ ബത്ലഹേമിൻ്റെ ഒരു 1 ലൈനിൽ നിന്നാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ സാധാരണ കുറേ പ്രൊഡ്യൂസേഴ്സൊക്കെ ആണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് സീൻ ബൈ സീൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് അത് കമ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്തായിരിക്കുമല്ലേ ബാക്കി സിനിമകളൊക്കെ ഇങ്ങനെ സംഭവിച്ചു വരുന്നത്? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ സമരീൻ ബത്ലഹേം മാത്രമല്ല ഒരു സിനിമയും ഈ ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ തമ്മിലൊരു റാപ്പ് വന്നു കഴിഞ്ഞാൽ അത് എന്താണ് എടുക്കാൻ പോണതെന്ന് സബ്ജക്റ്റായി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഫൈനൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് എ പ്രൊഡ്യൂസറെ ഞാൻ അവെയറാണ്. എനിക്കറിയാം ഏതൊക്കെ സീൻസ് എങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗഹൃദം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇക്കാലത്ത് ഞാനൊരു പടം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ സ്ക്രിപ്റ്റ് കണ്ടിട്ടേ ചെയ്യുള്ളൂ. ബിക്കോസ് ഇന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പടം ചെയ്യുക. എത്ര കോസ്റ്റ് വലുതാണെങ്കിലും വേണ്ടിയില്ല. അതിൽ 1 കോടി രൂപയോ 2 കോടി രൂപയോ ലാഭിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അതിന് സ്ക്രിപ്റ്റ് ആവശ്യമാണ്. എത്ര ഡേ ചെയ്യണം, എത്ര നൈറ്റ് ഷൂട്ട് വരും, എത്ര ആർട്ടിസ്റ്റ് വരും, അവരുടെ റിമൻഡറേഷൻ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇന്ന് സിനിമ ചെയ്യാനായിട്ട്. അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം തമ്മിലുള്ള വ്യത്യാസങ്ങളും. ഇപ്പോൾ ഈ 40 വർഷം ഇത്രയും സിനിമകൾ ചെയ്തു, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഏതായിരുന്നു? ദേവദൂതൻ. ഓക്കെ. ബിക്കോസ് അവിടെയും നമ്മൾ പ്രകൃതിയാണ് ഞങ്ങളെ ചതിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ നല്ല ക്ലൈമറ്റിലാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അവിടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? ഊട്ടി. അപ്പം ഊട്ടിയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് മഴ വന്നു. അത് കോരിച്ചൊരിയുന്ന മഴ. അത് 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നു. അപ്പം ഊട്ടിയിലുള്ള പ്രത്യേകത ലാൻഡ് സ്ലൈഡ് പെട്ടെന്ന് വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സെറ്റൊക്കെ
ചില സെറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സെറ്റുകളിലൊക്കെ കൊടുത്തിരുന്ന കഴകൾ ഒക്കെ ഒന്ന് ഇത് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാച്ചുറലി ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആവുമല്ലോ. വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷേ ഇതിലെല്ലാത്തിലും രസം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ ഞങ്ങൾ തീർത്തേ പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത് കൂടെ നിന്നു എന്നുള്ളതാണ്. ജയപ്രദ മാം അവരൊക്കെ ആ വലിയൊരു പൊസിഷനിൽ നിന്നാണ് MP ആയിട്ടാണ് കണ്ടു അഭിനയിച്ച് വന്നിരിക്കുന്നത്. പക്ഷേ എന്നോടുകൂടി തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ടും എത്ര ദിവസം വെയിറ്റ് ചെയ്താലും എല്ലാം മറികടന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു. സിബി, രഞ്ജിത്ത്, ഈ പറഞ്ഞ എല്ലാവരും തന്നെ. അപ്പോൾ അത് കാരണം നാച്ചുറലി രഘുനാഥ് പലേരി ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഈ രഞ്ജിത്ത് ഞാൻ മീൻ ചെയ്ത രഞ്ജിത്ത് അതിൻ്റെയും പ്രൊഡക്ഷൻ. അപ്പോൾ എല്ലാം തോളോട് ചേർന്ന് നിന്നുകൊണ്ടും നമുക്ക് ധൈര്യം തന്നുകൊണ്ടും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് പോയച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന ഒരു സക്സസ്സാണ് അതിനുള്ളത്. അതുപോലെ അതിലെ സപ്തസ്വരമണികളുണ്ടല്ലോ, അതിങ്ങനെ ഡിസ്ക്രൈബ് ആർക്കും ഒരു ഐഡിയ ഇല്ല, ഇതാണ് വേണ്ടത് എന്ന് മാത്രം അറിയാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ ഇതൊക്കെ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കും, സീനിൽ വരുമ്പോൾ കാണിക്കണ്ടേ, അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെപ്പറ്റി ആർക്കും ഗ്രാഹ്യമില്ല. അത് ആർട്ട് ഡയറക്ടറിന് ആണ് വെച്ചിരുന്നത്. അദ്ദേഹമാണ് അത് അവസാനം ഇങ്ങനൊരു കാര്യമായിട്ട് ചെയ്ത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലും വലിയ ടാസ്ക് വിദ്യാസാഗറിനായിരുന്നു. അതിൻ്റെ ബെല്ലടിക്കുമ്പോൾ അതേമാതിരി ബെല്ലിൻ്റെ ടോൺ ഉണ്ടാക്കുന്ന വിദ്യാസാഗറിനാണ്. അതൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ വിദ്യാജിയുടെ പാട്ടുകൾ പറഞ്ഞ പോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഓർക്കുന്നത് ആ സമയങ്ങളൊക്കെ? വിവരിക്കാൻ പറ്റാത്ത അത്രയും അനുഭവങ്ങളാണ്, പ്രത്യേകിച്ച് ഗിരീഷിൻ്റെ കൂടെയുള്ളത്. കൈതപ്രം നമ്പൂരിയായിരുന്നു. വിദ്യാജി ഒരു മെജീഷ്യനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മെജീഷ്യൻ ഇൻ ദി സെൻസ് സോങ്സ് ഉണ്ടാക്കുന്നതിലല്ല, അത് എങ്ങനെ എന്താ പറയുക, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ആ വേർഡ് പറയാൻ പറ്റുള്ളൂ. അതൊരു മാജിക്കാണ്, പുള്ളിയുടെ മാജിക്ക്. പക്ഷേ ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് ഒരു കുസൃതിക്കാരനാണ്, പക്ഷേ എന്നെ ഉദ്ദേശിച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. വരികളിൽ ഇങ്ങനെ എന്താ പറയുക, പുള്ളി പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഞങ്ങൾ സൗഹൃദ സംഭാഷണങ്ങളിൽ നമ്മൾ എഴുതുന്ന ആൾക്കാർക്ക് മനസ്സിലാകണം, അവർക്ക് ചൊല്ലാൻ സാധിക്കണം. പുള്ളി അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, ചൊല്ലാൻ സാധിക്കണം. അതായത് പാട്ട് കേട്ട് ബൈഹാർട്ട് ചെയ്ത് അത് തിരിച്ച് പാടാനുള്ള ഒരു സാധനമായിരിക്കണം വരികൾ എന്ന് പറയുന്നത്. പക്ഷേ ചില ക്ലാസിക് സോങ്സ് പുള്ളിയുടെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വരികളിലും അതേമാതിരി സൗഹൃദവും എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വലിയ ആഗ്രഹം ആണ് ഈ സമ്മറിൻ ബത്ലഹേം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ റെക്കോർഡിങ് സിറ്റുവേഷനും അത് കഴിഞ്ഞിട്ട് പുള്ളിയായിട്ട് കണ്ടങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യയായിട്ടും വിദ്യയുടെ കൂടെ തന്നെ ഗിരീഷിനെ വെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പുള്ളിയുടെ ഒരു എന്താ പറയുക, ഞാനുമായിട്ടുള്ള അടുപ്പം അത് എനിക്ക് ഈ സമ്മറിൻ ബത്ലഹേം ഇങ്ങനെ റിലീസ് ചിന്ത വന്നപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പുള്ളിയുടെ മക്കളായിട്ടുള്ള 2 പേരുണ്ട്. അത് എനിക്ക് അറിയാം, അവർ ചെറുപ്പം നാൾ തൊട്ടറിയാം. അവരുടെ ഒരു പ്രസൻസ് എങ്കിലും ഇവിടെ വേണമെന്ന് അവർ അവൈലബിളാണ്. അപ്പോൾ നാളെ എൻ്റെ ഫങ്ഷന് അവരുണ്ടാവും, പ്രസ് മീറ്റിൽ അവരുണ്ടാവും, അവരാദരിക്കും. അപ്പോൾ അത് ദൂരത്ത് നിന്ന് അദ്ദേഹം കാണുമായിരിക്കും. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ സമ്മറിൻ ബത്ലഹേമിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കാരണം റീ റിലീസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഓഫ് കോഴ്സ് നമ്മുടെ രഞ്ജിത്താണല്ലോ ഇതിൻ്റെ കഥാകൃത്തും സമ്മറിൻ ബത്ലഹേം സ്ക്രീൻ പ്ലേ ഒക്കെ ഉണ്ടാക്കിയത്. വളരെ സീരിയസ് ആയിട്ട് ഞാനും രഞ്ജിത്തും സിബിയും കൂടെ സന്ദർഭവശാൽ ഈ സമയത്ത് ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തുകയും ഏകദേശം ഒരു ഫിലിം ഒരു ലൈനിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് മനസ്സ് വെക്കണം, ഞങ്ങൾ റെഡിയാണ്. രഞ്ജിത്ത് തൃപ്തനല്ല. രഞ്ജിത്ത് പറഞ്ഞാൽ ഈ റിലീസ് കഴിഞ്ഞ് ഇതെങ്ങനെ ജനം സ്വീകരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് അതിനെപ്പറ്റി. പക്ഷെ ഒരു സ്ക്രിപ്റ്റുണ്ട് പുള്ളിയുടെ, ഒരു കഥയുണ്ട്, ഒരു വളരെ
ഇതേ പ്ലാറ്റ്ഫോമുള്ള ഇതേമാതിരി തന്നെ വളരെ രസകരമായ ഇൻസിഡൻറ്റോടുകൂടി വളരെ പ്രണയം ഉള്ള മ്യൂസിക്കലി ഉള്ള ഒരു നല്ല സബ്ജക്റ്റ് പുള്ളിയുടെ എനിക്ക് വേണ്ടി പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ സിനിമയുടെ മുകളിൽ നിൽക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യാന്ന് അത് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം നോക്കാം എന്നുള്ളത്. ഇതേ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയിരിക്കും അതോ അല്ല, ഇപ്പോൾ പുള്ളി പറഞ്ഞ ഇതിൽ ഈ പറഞ്ഞ മാതിരി ഒരു ഇതല്ലായിരിക്കും. അത് എന്താ പറയുക, ഇതിൻ്റെ ഒരു തുടർച്ചയല്ല. മനസ്സിലായോ? സീക്വലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. സീക്വൽ ആണോ എന്ന് നിർബന്ധമില്ലല്ലോ. സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ പടം ബത്ലഹേമിൽ തന്നെ ഇനിയും അടുത്ത ജനറേഷൻ വന്ന് എൻജോയ് ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു. അപ്പം അങ്ങനെ ഒരു തോട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സമ്മർ ഇൻ ബത്ലഹേം എന്തായാലും തിയേറ്ററിലേക്ക് എത്താൻ പോവാണ് ഒന്നുകൂടെ. അപ്പം നമുക്കൊക്കെ കാണണം, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ തിയേറ്ററിൽ. അപ്പോൾ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ സാർ ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എനിക്ക് ദേവദൂതൻ്റെ ടൈമിൽ സാറിനോട് സംസാരിക്കാൻ പറ്റി, ഇപ്പോൾ സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ ടൈമിൽ സംസാരിക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഇരിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.